നമസ്കാരം. ഏവർക്കും സ്വാഗതം. ദുരന്തത്തെ നേരിടൽ പരിപാടിയുടെ പുതിയൊരു ഭാഗവുമായി ഞാൻ കൃതിക നിങ്ങളോടൊപ്പമുണ്ട്. ദുരന്തത്തെ നേരിടാൻ എന്ന ഈ പരിപാടിയുടെ മുൻഭാഗങ്ങളിൽ ആപത്ഘട്ടങ്ങൾ എത്തുന്നതിനു മുൻപ് ദുരന്ത നിവാരണത്തിനായും അവ നേരിടുന്നതിനും നാം സ്വീകരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇന്നത്തെ ഈ ഭാഗത്ത് ദുരന്ത നിവാരണത്തിൽ ആശുപത്രികൾ സ്വീകരിക്കേണ്ട തയ്യാറെടുപ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആശുപത്രിയിലെ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച്, അതിന്റെ കാര്യക്ഷമത സംബന്ധിച്ച് നാം ചർച്ച ചെയ്യും. ആശുപത്രികളുടെ പ്രവർത്തന കാര്യക്ഷമത നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാനാകും, ഇതിനെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഒപ്പം ദുരന്ത നിവാരണത്തിനായി ഭാരതത്തിലെ ആശുപത്രികൾ എത്രത്തോളം തയ്യാറാണെന്നും ഇന്ന് നാം മനസ്സിലാക്കും. വരൂ, ഇന്ന് നമുക്ക് ഈ പ്രത്യേക പരിപാടി ആരംഭിക്കാം. ആദ്യം നമ്മുടെ പ്രത്യേക അതിഥികളെ പരിചയപ്പെടാം. നമ്മോടൊപ്പം അതിഥികൾ സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം ഒരാൾ ഓൺലൈനായും പങ്കെടുക്കുന്നു. ആദ്യം പരിചയപ്പെടാം ശ്രീ കൃഷ്ണ എസ് വത്സാജിയെ. അദ്ദേഹം NDMA മെമ്പറാണ്. താങ്കൾക്ക് സുസ്വാഗതം. ഒപ്പം ശ്രീ പ്രദീപ് ഖാസ് നോബിഡ്ജിയും ഉണ്ട്. അദ്ദേഹം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിലെ DDG ആണ്. ശ്രീ പ്രേംകുമാർജി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം സഫ്ദർജംഗ് മെഡിക്കൽ കോളേജിലെ അഡീഷണൽ സൂപ്രണ്ടാണ്. താങ്കൾക്കും സ്വാഗതം. ഒപ്പം ഓൺലൈനായി നമ്മോടൊപ്പം സൂമിൽ പങ്കെടുക്കുന്നത് ശ്രീമതി ലിപിക നന്ദാജിയാണ്. അവർ PHFI വൈസ് പ്രസിഡന്റാണ്. ലിപികാജി, താങ്കൾക്കും സ്വാഗതം. ഇതോടൊപ്പം ചില വിദ്യാർത്ഥികളും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്റ്റുഡിയോയിലുള്ള അവരുടെ മനസ്സിൽ എന്ത് സംശയങ്ങളാണുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാം. വരൂ, നമുക്ക് ആരംഭിക്കാം. ശ്രീ പ്രേംകുമാർജി, ആദ്യ ചോദ്യം താങ്കളോടാണ്. ദുരന്തമുണ്ടാകുമ്പോൾ അതിലകപ്പെടുന്ന ആളുകളെ നാം ആശുപത്രിയിൽ എത്തിക്കുന്നു. ആശുപത്രി അഡ്മിനിസ്ട്രേഷൻ ഇത് സംബന്ധിച്ച് എന്തെല്ലാം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്? ആദ്യത്തെ പ്രശ്നം എമർജൻസി മേഖലയിലെ രോഗികളുടെ വർധനവാണ്. കൂടുതൽ ആളുകൾ വരുമ്പോൾ കിടക്കയും മറ്റു കൂടുതൽ സൗകര്യങ്ങളും ഒരുക്കേണ്ടി വരും. രണ്ടാമത്തെ പ്രശ്നം ജീവനക്കാരുടെ കുറവാണ്. അത്യാഹിത വിഭാഗത്തിൽ കൂടുതൽ രോഗികളെത്തുമ്പോൾ ജീവനക്കാരുടെ എണ്ണവും വർദ്ധിപ്പിക്കേണ്ടി വരും. ഈ സമയത്തേക്ക് ഞങ്ങൾ ഒരു ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ആ പ്ലാൻ ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. അത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ശരിയായ സിസ്റ്റം പിന്തുടരുന്നു. ഞങ്ങളുടെ കൺട്രോൾ റൂമിൽ ദുരന്ത നിവാരണം സംബന്ധിച്ച് സൂചന ലഭിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഓരോ വിഭാഗത്തിനും സിസ്റ്റം പ്ലാൻ അനുസരിച്ച് ഡ്യൂട്ടി വിഭജിച്ച് നൽകുന്നു. ഈ അവസരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരാക്കുന്നു. ഇതോടൊപ്പം നഴ്സിംഗ് അറ്റൻഡർമാരെ കൂടുതൽ ചുമതലയേൽപ്പിക്കുന്നു. അവരാണ് ഈ സമയം മുഖ്യ പങ്ക് വഹിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ജീവനക്കാരെയും ഇവിടേക്ക് മാറ്റി നിയമിക്കുന്നു. എമർജൻസി മേഖലയിലേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഡോക്ടർമാരെയും വിളിച്ചു വരുത്തുന്നു. ഒപ്പം മറ്റ് സ്ഥലങ്ങളിലെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഇവിടേക്ക് മരുന്നും എത്തിക്കുന്നു. നന്ദി സാർ. അടുത്ത ചോദ്യം കൃഷ്ണജിയോടാണ്. കൃഷ്ണജി, ഈ സമയം ആശുപത്രികളുടെ സുരക്ഷയും ഒരു പ്രധാന ഘടകമാണ്. പ്രകൃതി ദുരന്തങ്ങൾ ആശുപത്രികളെയും ബാധിച്ചു കണ്ടിട്ടുണ്ട്. ഇവ നേരിടാൻ ആശുപത്രികൾ എന്ത് തയ്യാറെടുപ്പാണ് നടത്തേണ്ടത്? 3 തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്ന്, അഗ്നിബാധ. അടുത്ത കാലത്ത് നിരവധി ആശുപത്രികളിൽ അഗ്നിബാധ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തേത്, പല ആശുപത്രികളും പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെടാറുണ്ട്. കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം എന്നിവയിലൊക്കെ അകപ്പെടാം. ഇത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. മൂന്നാമത്തേത്, വൈദ്യുതി തകരാറാണ്. ജലക്ഷാമം നേരിടേണ്ടി വരുന്നു. സിസ്റ്റം സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് ഇവ തടസ്സമുണ്ടാക്കുന്നു. ഇതെല്ലാം ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഇത് മൂന്നും നേരിടുന്നതിനും ഓരോ ആശുപത്രിക്കും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ടാകണം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആശുപത്രികളിൽ സ്വീകരിക്കേണ്ട നടപടികൾ എന്തെല്ലാമാണ്? രോഗികളുടെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാം? SOPയുടെ അടിസ്ഥാനത്തിൽ ഓരോ ആശുപത്രിയും ഒരു എമർജൻസി പ്രൊസീജിയർ തയ്യാറാക്കണം. രോഗികളെ എങ്ങനെ രക്ഷിക്കണം? അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതെങ്ങനെ? രോഗികളെ മറ്റെവിടേക്കെങ്കിലും മാറ്റേണ്ടി വരുന്നെങ്കിൽ അത് സുരക്ഷിതമായി എങ്ങനെ നിറവേറ്റാനാകും? SOP അനുസരിച്ച് എമർജൻസി പ്രൊസീജിയർ നവീകരിച്ചു കൊണ്ടിരിക്കണം.
അടുത്ത ചോദ്യം പ്രദീപ് ജി താങ്കളോടാണ്. കഴിഞ്ഞ കോവിഡ് മഹാമാരിക്കാലത്ത് ആശുപത്രികളുടെ കൃത്യനിർവഹണം നാം കണ്ടതാണ്. ഇനി ഇത്തരത്തിലുള്ളൊരു ദുരന്തമുണ്ടായാൽ അവ നേരിടുന്നതിന് നമ്മുടെ ആശുപത്രികൾ എത്രത്തോളം തയ്യാറാണ്? താങ്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഭാരത സർക്കാർ ഇതു സംബന്ധിച്ച് മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ജില്ലകൾക്കും കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ട്. ഈ തുക ഉപയോഗിച്ച് കൂടുതൽ കിടക്കകളും ഐസൊലേഷൻ വാർഡുകളും സജ്ജീകരിക്കണം. കോവിഡിനെ സംബന്ധിച്ച് നാം പറഞ്ഞു, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നേരിടുന്നതിന് ഭാരത സർക്കാർ പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഹെൽത്ത് സെക്ടർ ഡിസാസ്റ്റർ റെസ്പോൺസ് പദ്ധതിയുണ്ട്. അതിലൂടെ ആശുപത്രി ഉദ്യോഗസ്ഥർക്ക് നാം പരിശീലനം നൽകുന്നു. എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതെന്ന് പരിശീലനം നൽകുന്നു. എങ്ങനെ സമയാസമയങ്ങളിൽ ഇത് നവീകരിക്കാനാകും? ആശുപത്രി സുരക്ഷയെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ അതിനെ സ്ട്രക്ചറൽ, നോൺ സ്ട്രക്ചറൽ എന്നിങ്ങനെ വേർതിരിക്കാം. സ്ട്രക്ചറൽ എന്നത് ആശുപത്രി നിർമ്മാണം സംബന്ധിച്ച ലേഔട്ട് എങ്ങനെ ആകണം എന്നതിനെ സംബന്ധിച്ചാണ്. നോൺ സ്ട്രക്ചറൽ ബീമുകൾ, സിമൻ്റ് ഉപയോഗം ഇവ സംബന്ധിച്ച് പരിശോധിക്കുന്നു. അതിൻ്റെ ക്വാളിറ്റി സംബന്ധിച്ച പരിശോധന നടക്കുന്നു. പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞാൽ, ശരിയായി പ്രവർത്തിക്കുന്നതിന് മാൻ പവർ മാത്രം പോരാ, ശരിയായ വൈദ്യുതിയും ജലലഭ്യതയും വേണം. സാനിറ്റേഷൻ, ഡെഡ് ബോഡി മാനേജ്മെൻറ്റ് സംവിധാനങ്ങളും ആവശ്യമാണ്. ഇവയെല്ലാം എങ്ങനെ ലഭ്യമാക്കാനാകും? ഇത് സംബന്ധിച്ച് പ്രത്യേക പരിശീലനം നൽകുന്നു. ഹോസ്പിറ്റൽ എഞ്ചിനീയർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നീ തസ്തികകൾക്ക് പ്രാധാന്യം നൽകുകയാണ്. അവർക്ക് ഇതിനെല്ലാം പരിഹാരം കണ്ടെത്താനാകും. ദുരന്ത നിവാരണത്തിനായി ജോലി ചെയ്യുന്നവർ, അവരുടെ സാമൂഹിക സുരക്ഷയും പ്രധാനമാണ്. സൈക്കോ സോഷ്യൽ ഇമ്പാക്റ്റിനും പ്രത്യേക പരിശീലനം നൽകുന്നു. സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും ഇത് എത്തിക്കുന്നു. കെമിക്കൽ, ബയോ, ന്യൂക്ലിയർ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും പ്രത്യേക പരിശീലനം നൽകുന്നു. ആ മേഖലയിലെ ദുരന്തങ്ങളിൽ നിന്നും നമുക്കെങ്ങനെ മോചനം നേടാനാകും? CHC, PHC നിലവാരത്തിലെ ഡോക്ടർമാർക്കും ഈ പരിശീലനം നൽകുന്നു. കാരണം ഇവരിൽ ധാരാളം പേർ ന്യൂക്ലിയർ പവർ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ആ മേഖലയിൽ ഒരു രോഗിയെ എങ്ങനെ പരിപാലിക്കണം, രോഗിയെ കൂടുതൽ ചികിത്സയ്ക്കായി എവിടേക്ക് മാറ്റണം എന്നിവ സംബന്ധിച്ച് ഇതിനായി ഭാരത സർക്കാർ സംസ്ഥാനങ്ങളിൽ നിന്നും ആശുപത്രികൾ തെരഞ്ഞെടുത്ത് ശാക്തീകരിക്കുന്നു. അവർക്ക് കെമിക്കൽ, ന്യൂക്ലിയർ മേഖലയിലെ ദുരന്ത നിവാരണത്തിന് പ്രത്യേക പരിശീലനവും നൽകുന്നു. നമ്മോടൊപ്പം ഓൺലൈനിൽ ലിപിക നന്ദാജിയും ചേരുന്നുണ്ട്. ലിപികാജി, എനിക്കറിയാനുള്ളത് ആശുപത്രികളുടെ കാര്യക്ഷമത നമുക്ക് ഇനിയുള്ള സമയങ്ങളിൽ എങ്ങനെ മെച്ചപ്പെടുത്താനാകും എന്നതാണ്. അതിനായി സ്വീകരിക്കേണ്ട നടപടികൾ എന്തെല്ലാമാണ്? ദുരന്ത നിവാരണ തയ്യാറെടുപ്പുകളെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഐസൊലേഷനിൽ മാത്രം മാറ്റം വരുത്തിയാൽ പോരാ. ഹോസ്പിറ്റൽ പ്രിപ്പയർനെസ്, ഹെൽത്ത് സിസ്റ്റം പ്രിപ്പയർനെസ്, സിസ്റ്റം ഓവറോൾ പ്രിപ്പയർനെസ് ഇവയെല്ലാം ഒരുമിച്ച് ഹോളിസ്റ്റിക് ആകണം. എൻ്റെ അഭിപ്രായം ഇതാണ്. പേപ്പറിൽ ഗൈഡ് ലൈനുകൾ നന്നായി കാണുന്നു. ആശുപത്രികളിലെ തയ്യാറെടുപ്പുകൾ അനലൈസ് ചെയ്താൽ ഒന്നാമത്തേത് മാനവശേഷിയാണ്. ആവശ്യമായ ജീവനക്കാർ ഉണ്ടോ ഇല്ലയോ എന്നത്, സ്ട്രക്ചർ സപ്പോർട്ടീവാണോ അല്ലയോ എന്നത്. രണ്ടാമത്തേത് ആശുപത്രിയിൽ സ്പെഷ്യലൈസ്ഡ്, നോൺ സ്പെഷ്യലൈസ്ഡ് ഉപകരണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നത്. അവയെല്ലാം ദുരന്ത നിവാരണത്തിന് അനുയോജ്യമാണോ എന്നത്. ഇവയെല്ലാം ആവശ്യമായ ഗുണനിലവാരം ഉള്ളതാണോ അല്ലയോ എന്ന്. അതോടൊപ്പം കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ, കണ്ടിന്യൂറ്റി ഓഫ് ഓപ്പറേഷൻസ് എന്നിവ. ഇതിൽ കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചർ വളരെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനം ഗൈഡ് ലൈനുകളോടൊപ്പം മോക്ക് ഡ്രിൽ നൽകണമെന്നതാണ്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഇത് ആവശ്യമാണ്. ദുരന്തം ഒരു തരത്തിലല്ല, പലതരത്തിലും ദുരന്തം ഉണ്ടാകാറുണ്ട്. ട്രെയിൻ അപകടം, അഗ്നിബാധ, ഭൂമികുലുക്കം, ഇങ്ങനെ പലതും. വിവിധ തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് വിവിധ മേഖലയിലെ കഴിവുകൾ ആവശ്യമാണ്. മോക്ക് ഡ്രില്ലുകൾ നമ്മുടെ സംവിധാനത്തിൽ കാണുന്നതേയില്ല. നാം സ്വകാര്യ മേഖലയെയും പൊതുമേഖലയെയും സപ്പോർട്ട് ചെയ്യണം. വളരുന്ന സാങ്കേതികവിദ്യാ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തണം. ആശുപത്രികളിലെ ദുരന്ത നിവാരണ തയ്യാറെടുപ്പുകൾ വർഷം മുഴുവൻ തുടരണം. വർഷത്തിൽ 1-2 തവണ മാത്രം അനുവർത്തിച്ചാൽ പോരാ. നന്ദി ലിപികാജി. ഇന്നത്തെ വിഷയം സംബന്ധിച്ച ചർച്ച നാം തുടരും. ഇനിയൊരു ഇടവേള.
अत्यधिक ठंड जानलेवा हो सकती है। सर्दियों में स्वस्थ रहने की तैयारी करें। शीतलहर के दौरान अखबार, रेडियो, टीवी और मोबाइल पर दी गई चेतावनी से सजग रहें। भोजन, पानी और अन्य आवश्यकताएं संग्रह करके रखें। पशुओं के लिए पर्याप्त चारे का संग्रह करें। ठंड में बाहर जाना कम करें और गर्म स्थान में रहें। शरीर की गर्मी बनाए रखने के लिए सिर, गला, हाथ और पैर ढकें। मुंह ढकने से फेफड़े सुरक्षित रहते हैं। गीले कपड़े जानलेवा हो सकते हैं, तुरंत बदलें। गर्म पेय पीने से शरीर का जल स्तर और गर्मी बनी रहती है। शराब मत पिएं। हाइपोथर्मिया के लक्षण हैं बदन ठंडा हो जाना, अतिशय कंपन, स्मृति दोष, भटकाव, असंतुलन, अस्पष्ट बोलना, अत्यधिक नींद और थकावट। फ्रॉस्ट बाइट के लक्षण हैं हाथ पैर की उंगलियां, कान की लोबियां और नाक के नथने फीके पड़ जाना। अगर ये लक्षण हैं, तुरंत 108 या स्थानीय एम्बुलेंस नंबर पर फोन करें या अस्पताल जाएं। सावधान रहें, सुरक्षित रहें। NDMA एवं IIPHG द्वारा जनहित में जारी। समझ गए सब? गुड, वेरी गुड। एक बार फिर करेंगे। भूकंप आते ही खुली जगह में जाओ। ना जा पाए तो पहले झुको, सर को ढको, किसी चीज को मजबूती से पकड़ो या किसी कोने में सर ढककर खड़े हो जाओ। आप भी भूकंप से बचना सीखिए। तैयारी में है समझदारी। आपके हित में तत्पर NDMA। Flood water leaves behind hidden dangers. It is important to remain watchful. Go back home only after official go-ahead. Get all electrical equipment checked. Check water and sewer lines too. Stay away from slippery flood debris and sharp objects. Watch out for broken electric poles and wires. Use mosquito nets to prevent malaria. Drink boiled or chlorinated water. Don't eat what has been in flood water. Don't let children play in flood water. Help others if you can. Be smart. Be prepared. ഇടവേളയ്ക്ക് ശേഷം ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദുരന്ത നിവാരണത്തിന് ആശുപത്രികൾ എത്ര സജ്ജമാകണം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം കുറച്ച് MBBS വിദ്യാർത്ഥികളും ചേരുന്നു. നിങ്ങളാരെങ്കിലും നമ്മുടെ അതിഥികളോട് സംശയം ചോദിക്കുന്നുണ്ടോ? എന്റെ പേര് ഹിമാംശ എന്നാണ്. ഞാൻ 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ്. എന്റെ ചോദ്യം ഇതാണ്: വലിയ ആശുപത്രികളിൽ ദുരന്തം സംബന്ധിച്ച് മുൻകൂട്ടി അറിയാൻ സംവിധാനങ്ങൾ ഉണ്ടോ? അതിന്റെ തയ്യാറെടുപ്പുകൾ നമുക്കെങ്ങനെ കൂടുതൽ വികസിപ്പിക്കാനാകും? ആ സംവിധാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കും? ഒരു ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നാം വിലയിരുത്തുമ്പോൾ ആശുപത്രിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, കെട്ടിടം എങ്ങനെയുള്ളതാണ്, എപ്പോഴാണ് നിർമ്മിച്ചത്, നിലവിലുണ്ടായിരുന്ന ദൃഢത തുടരുന്നുണ്ടോ, ഇത് സംബന്ധിച്ച സ്ട്രക്ചറൽ അസസ്മെൻറ്റ് നാം നടത്തണം. ഒപ്പം നോൺ സ്ട്രക്ചറൽ അസസ്മെൻറ്റും നടത്തണം. ഫർണിച്ചർ, ഉപകരണങ്ങൾ, ICU സംവിധാനങ്ങൾ ഇവയെല്ലാം പരിശോധിക്കണം. ഇവയിൽ എവിടെയെല്ലാം അപകടങ്ങൾ ഉണ്ടാകും? ഒരു ഭൂകമ്പം ഉണ്ടായാൽ കെട്ടിടത്തിന് എന്തെല്ലാം കേടുപാടുകൾ ഉണ്ടാകും? കെട്ടിടത്തോടൊപ്പം ഫർണിച്ചർ, കിടക്കകൾ, ഉപകരണങ്ങൾ എന്നിവയ്ക്ക് എന്തെല്ലാം കേടുപാടുകൾ ഉണ്ടാകും? ഇതെല്ലാം പരിശോധിച്ച് മുൻകരുതലുകൾ സ്വീകരിക്കണം. എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം? കെട്ടിടവും സുരക്ഷിതമാകണം. രോഗികൾക്ക് അപകടവും സംഭവിക്കരുത്. പ്രധാന കാര്യം ആശുപത്രി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കണം എന്നതാണ്. തുടർച്ചയായ പ്രവർത്തനം വളരെ പ്രധാനമാണ്. ഇതിനായി ഒരു പദ്ധതി തയ്യാറാക്കി അതിനെ സംബന്ധിച്ച് മോക്ക് ഡ്രിൽ നടത്തി പദ്ധതിയുടെ കാര്യക്ഷമത പരിശോധിക്കണം. നന്ദി കൃഷ്ണജി. ഇനി ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? എൻ്റെ പേര് അഷിത സിംഗിൾ. സഫ്ദർജംഗ് ആശുപത്രിയിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ചോദ്യം ഇതാണ്: ദുരന്ത സമയത്ത് ഭരണ സംവിധാനം എങ്ങനെയാണ് ശരിയായി പ്രവർത്തിക്കേണ്ടത്? ആശുപത്രികൾക്കായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓരോ സ്ഥലത്തും ഓരോ CMOയും
നോഡൽ ഓഫീസർമാരുമുണ്ടാകും. അവരാണ് കമാൻഡ് നൽകുന്നത്. ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിന് സൂചന നൽകുന്നു. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും സർവീസുകളെയും അലർട്ടാക്കുന്നു. സാനിറ്റേഷൻ, സുരക്ഷാ സെക്ഷനുകൾ സജീവമാക്കുന്നു. എല്ലാ സർവീസ് മേധാവിമാർക്കും സൂചന നൽകുന്നു. എല്ലാവരെയും പ്രവർത്തന സജ്ജമാക്കുന്നു. രോഗികളുടെ എണ്ണം വർദ്ധിച്ചാൽ DMO ഉൾപ്പെടെയുള്ള മേലധികാരികളെ അറിയിക്കുന്നു. ആവശ്യമെങ്കിൽ മറ്റ് ആശുപത്രികൾക്കും സൂചന നൽകും. ആശുപത്രികളുടെ ആഭ്യന്തര പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ഡോക്ടർ വിശദീകരിച്ചത്. എന്നാൽ ആശുപത്രികളുമായി ഫയർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ബന്ധിപ്പിക്കണം. ഇത് വളരെ അത്യാവശ്യമാണ്. പിന്നെയുള്ളത് ജില്ലാ ഭരണകൂടങ്ങളും നഗരസഭകളും പലതരത്തിലും ഇതിൽ സഹായമെത്തിക്കുന്നു. ആളുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുക, മരുന്നുകൾ എത്തിക്കുക, ഉപകരണങ്ങൾ, ആംബുലൻസ് സൗകര്യങ്ങൾ ഒരുക്കുക. പുറത്തുനിന്ന് പലതരത്തിൽ സഹായങ്ങൾ ലഭിക്കും. മറ്റൊന്ന്, മറ്റ് ആശുപത്രികളുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. ഈ 3 കാര്യങ്ങളും നടപ്പിലാക്കണം. ഞാൻ MBBS 2ാം വർഷ വിദ്യാർത്ഥിയാണ്. എൻ്റെ ചോദ്യം ഇതാണ്: ഏതെങ്കിലും അപകടം നടന്നാൽ ദുരന്ത നിവാരണത്തിന് ജനപങ്കാളിത്തം എങ്ങനെ ഉറപ്പാക്കാം? ഇത് നല്ലൊരു ചോദ്യമാണ്. ദുരന്തത്തെ നാം വിശകലനം ചെയ്താൽ അതിന് 5 സ്റ്റേജുകളുണ്ട്. പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ്, റിക്കവറി. ഈ 5 സ്റ്റേജിലും കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ജനപങ്കാളിത്തം വളരെ ആവശ്യമാണ്. ആശുപത്രികൾക്കോ മറ്റ് സംവിധാനങ്ങൾക്കോ ഒറ്റയ്ക്കിതിനെ നേരിടാനാവില്ല. അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം? ഉദാഹരണത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം മുഴുവൻ സമയ പ്രവർത്തനങ്ങൾ ആകണം. നമ്മുടെ സിസ്റ്റത്തിൽ നാം ഐസൊലേഷനിൽ നന്നായി പ്രവർത്തിക്കുന്നു. സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. ഒരു NGO അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അത് കൂടുതൽ ഗുണകരമാകും. കമ്മ്യൂണിറ്റിയിൽ വിദഗ്ധരായ ആളുകളും ഉണ്ടാകും. കമ്മ്യൂണിറ്റിയിൽ വിവിധ മേഖലകളിലുള്ളവരും ഉണ്ടാകും. പ്രാദേശിക സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ അവരെ പ്രയോജനപ്പെടുത്താം. എമർജൻസി പ്ലാൻ ഉണ്ടാകണം. സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഫാമിലി എമർജൻസി പ്ലാനുകളും ഉണ്ടാകണം. ഒറ്റയ്ക്ക് പ്രയാസകരമായത് ഒരു ഓർഗനൈസേഷനിലൂടെ നമുക്ക് സാധ്യമാകും. വർഷം മുഴുവൻ ആളുകളെയും ഒപ്പം ചേർത്ത് ഈ പ്ലാൻ നടപ്പിലാക്കണം. ദുരന്തങ്ങൾ ഉണ്ടായാൽ പ്ലാൻ അപ്ഡേറ്റ് ചെയ്യണം. കോവിഡ് കാലത്ത് നിരവധി പ്രതിസന്ധികൾ നാം നേരിട്ടു. ഭൂകമ്പമുണ്ടായാൽ കമ്മ്യൂണിറ്റിയെ നാം എങ്ങനെ ഒപ്പം ചേർക്കണം? കമ്മ്യൂണിറ്റിയെ ഒപ്പം ചേർക്കാതെ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാനാവില്ല. എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഹോസ്പിറ്റൽ ലെവലിൽ ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങി മുഴുവൻ ജീവനക്കാർക്കും പരിശീലനം നൽകേണ്ടത്, ഒപ്പം ചേർക്കേണ്ടത് ആവശ്യമാണ്. MBBSന്റെ സിലബസ്, നഴ്സിംഗ് സിലബസ്, അതിൽ ഹോസ്പിറ്റൽ പ്രിപ്പയർഡ്നെസ്സും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കമ്മ്യൂണിറ്റി ലെവലുള്ളവർക്കും തുടർച്ചയായി പരിശീലനം നൽകേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിൽ നമ്മുടെ ചർച്ച തുടരുകയാണ് ദുരന്ത നിവാരണത്തിനായി ആശുപത്രികളിൽ സ്വീകരിക്കേണ്ട തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച്. ഇതിനിടയിൽ ഒരിടവേള. ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. Exposure to extreme cold can cause serious health problems like frostbite, trench foot and hypothermia for people who work or live outdoors. Migrant workers who move from hot to cold places and homeless people are more vulnerable. Cover all exposed body parts and wear warm layers to maintain body heat. Remove layers as required to avoid wetness. Wet clothing can be deadly. Change immediately. Work during the warmest hours of the day and take short breaks in a shielded area. Drink hot beverages to remain hydrated. Avoid alcohol. If you are homeless, go to government night shelters or other free accommodations. In case of emergency, call 108 or local ambulance number or go to the hospital. Stay warm. Stay safe. बुजुर्गों का शरीर शीघ्र ठंडा हो जाता है. शरीर का तापमान 35 डिग्री सेंटीग्रेड या कम हो जाने से उनको गंभीर स्वास्थ्य समस्याएं हो सकती हैं. ठंड में बाहर रहने पर या बेहद ठंडे कमरे में रहने से हाइपोथर्मिया हो सकता है. शीतलहर के दौरान एक से ज्यादा गर्म कपड़े पहने. शरीर का तापमान बनाए रखने के लिए सिर, गर्दन, हाथ और पैर पूर्ण रूप से ढके. बारिश या बर्फबारी हो तो वाटरप्रूफ जैकेट पहने. नम या गीले कपड़े तुरंत बदलें. गर्म पेय पीने से शरीर का जल स्तर और गर्मी बने रहते हैं. शराब मत पिएं.
यदि आप अकेले रहते हैं तो पड़ोसी, परिवार और दोस्तों के संपर्क में रहें। अगर आप बेघर हैं तो सरकारी रैन बसेरों में जाएं। आपातकालीन स्थिति में 108 या स्थानीय एम्बुलेंस नंबर पर फोन करें या अस्पताल जाएं। सतर्क रहें, सुरक्षित रहें। ഇടവേളയ്ക്ക് ശേഷം ഏവർക്കും സ്വാഗതം. ഈ പ്രത്യേക പരിപാടിയിൽ ഇനി നമുക്ക് പ്രദീപ് ജിയോട് ചോദിക്കാം. പ്രദീപ് ജി, എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനാണല്ലോ. ആശുപത്രികൾക്കായി ആരോഗ്യ മന്ത്രാലയം എന്തെല്ലാം ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്? ദുരന്തത്തിലോ ദുരന്ത നിവാരണത്തിലോ പ്രത്യേകം പ്രയോജനപ്പെടുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരോഗ്യ മന്ത്രാലയവും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും ചേർന്ന് ഗൈഡ് ലൈനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആരോഗ്യ മന്ത്രാലയത്തിന് നാഷണൽ ഹെൽത്ത് പോളിസിയുണ്ട്. ദുരന്ത നിവാരണത്തെക്കുറിച്ചും അതിൽ വിശദമായി പറയുന്നു. NDMA-യുടെ വിവരങ്ങൾ, ആശുപത്രിയുടെ വിവരങ്ങൾ അതിൽ വിശദമായി ലഭിക്കും. NDMA തയ്യാറാക്കുന്ന ഗൈഡ് ലൈന് എല്ലാ മന്ത്രാലയങ്ങളും സഹകരണം നൽകുന്നു. അതിൽ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടെ പുതിയ ഗൈഡ് ലൈന് രൂപം നൽകുന്നു. 2016 അത് നടപ്പിൽ വന്നത്. ഇതുകൂടാതെ 2019 NDMA ഒരു പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട്. ദുരന്ത നിവാരണത്തിനായുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ട്രെയിനിംഗ് കരിക്കുലവും തയ്യാറാക്കിയിട്ടുണ്ട്. ആശുപത്രി ജീവനക്കാർ, അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർ എന്നിവർക്ക് ദുരന്ത നിവാരണ സമയത്ത് എടുക്കേണ്ട നടപടികളിൽ പരിശീലനവും നൽകുന്നു. അതിൻ്റെ പരിശീലനത്തിനായാണ് നമ്മുടെ കരിക്കുലം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം റേഡിയോ, ന്യൂക്ലിയർ എമർജൻസിയുടെ കരിക്കുലവും ലഭ്യമാണ്. ഇതെല്ലാം മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആർക്ക് വേണമെങ്കിലും അത് കാണാനാകും. നന്ദി സർ. അടുത്ത ചോദ്യം കൃഷ്ണജി താങ്കളോടാണ്. ഒരു തരത്തിൽ ആശുപത്രികളുടെ സുരക്ഷ ഒരു പ്രധാന വിഷയമാണ്. ആശുപത്രി സുരക്ഷ സംബന്ധിച്ച് സാധാരണ ജനങ്ങൾക്ക് എന്തറിവ് നൽകാനാകും? ഇത് സംബന്ധിച്ച് നിലവിലെ സംവിധാനങ്ങളിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ഡോക്ടർ ഖാസ്നോബിസ് പറഞ്ഞതുപോലെ നാം ഗൈഡ് ലൈൻസ് നിർമ്മിച്ചിട്ടുണ്ട്. ഗൈഡ് ലൈൻസിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്താകമാനം ജാഗ്രത വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. നേരിട്ട് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും നാം പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കണം. ഡോക്ടർമാരും ആരോഗ്യ മേഖലയിലെ മറ്റുള്ളവരും ഇതിൽ പങ്കെടുക്കണം. ആശുപത്രി തലത്തിൽ, ജില്ലാതലത്തിൽ തയ്യാറാക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ അത് നാം നന്നായി നിർമ്മിക്കണം. ആ നിയമങ്ങൾ നാം അനുസരിക്കണം. അതിനായി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം. ആരോഗ്യ മന്ത്രാലയവും NDMA-യും ചേർന്ന് പരിശീലന പരിപാടികൾ നടത്തിവരുന്നു. രാജ്യത്താകമാനവും സംസ്ഥാനങ്ങളിലും ജില്ലാതലങ്ങളിലും പരിശീലന പരിപാടികൾ നടന്നുവരുന്നു. ആശുപത്രി സുരക്ഷയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്താകമാനം നടക്കുന്നു. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. സ്വകാര്യ ആശുപത്രികളെക്കുറിച്ച് പറഞ്ഞാലും രാജ്യത്തെ പ്രധാന ആശുപത്രികളെ സംബന്ധിച്ച് പറഞ്ഞാലും ഏത് തരത്തിലുള്ള പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത്? എനിക്ക് പറയാനുള്ളത്, ചെറുതും വലുതുമായ സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും അത് ഏത് മേഖലയിലായാലും അതിനൊരു പ്ലാൻ ഉണ്ടാകണം. ആ പ്ലാൻ നന്നായി പഠിക്കുകയും പരിശീലനം നടത്തി നടപ്പിലാക്കുകയും വേണം. ഏതെങ്കിലും ഒരു ദുരന്തം നാം നേരിട്ടാൽ നാം അതിനെ വിലയിരുത്തണം. കുറയുമ്പോൾ കണ്ടെത്തി പരിഹരിക്കണം. ദുരന്ത നിവാരണം ഒരു ദിവസത്തെ പരിപാടിയല്ല, അത് തുടർന്നു കൊണ്ടേയിരിക്കും. നെറ്റ്വർക്കും ഹ്യൂമൻ റിസോഴ്സും ഒരുമിച്ച് പ്രവർത്തിച്ച് ഫലം കണ്ടെത്തണം. ചെറുതും വലുതുമായ ആശുപത്രികൾ പരമാവധി ആളുകളെ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കണം. എനിക്കൊരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളെക്കുറിച്ച് പറയുമ്പോൾ അതിനായുള്ള പദ്ധതി രൂപീകരണം പ്രധാനമാണ്. ഓരോ മേഖലയിലെയും ദുരന്ത സമയത്ത് നിർവഹിക്കേണ്ട കർത്തവ്യങ്ങൾ അതിൽ പ്രധാനവുമാണ്. സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഒത്തുചേർന്ന് ഗുണഫലത്തിനായി പ്രവർത്തിക്കണം. വളരെ നന്ദി സർ. 3 അതിഥികൾക്കും വളരെയധികം നന്ദി. ദുരന്ത സമയത്ത് ആശുപത്രികളുടെ കർത്തവ്യങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. ദുരന്ത സമയത്ത് ഓരോ ജീവന്റെ സുരക്ഷയ്ക്കായും ആശുപത്രികൾക്ക് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.